ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. കേൾക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം തോന്നാം. ഈ ദരിദ്രരാണോ ഭാഗ്യവാന്മാർ? ദാരിദ്ര്യം ഭാഗ്യമാണോ? ബൈബിളിലെ വളരെ പ്രസിദ്ധമായ മലയിലെ പ്രസംഗം എന്ന വചനഭാഗത്തു നിന്നുള്ളതാണ്. സ്വർഗീയാനന്ദത്തിൻ്റെ വചസ്സുകൾ അഥവാ ബയാറ്റിറ്റ്യൂഡ് എന്നൊക്കെയാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. അഷ്ടസൗഭാഗ്യങ്ങളുടെ മലയാണ് വേദി. ജനക്കൂട്ടം അടുത്തു വരുന്നത് കണ്ടപ്പോൾ അവരെ ഒരു മലമുകളിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് നടത്തിയ തെരഞ്ഞെടുപ്പിലൂടെ ശിഷ്യന്മാരായി തീർന്ന 12 പേരെയും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അഷ്ടസൗഭാഗ്യങ്ങളുടെ മല ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം പോലെയാണ്. നല്ല സസ്യശ്യാമള കോമളം എന്നൊക്കെ വർണ്ണിക്കാം. മനോഹരമായ സ്ഥലമാണ്. ചരിവില് ഒരു സമതല പ്രദേശം ഈശോ ഒരു സ്റ്റേജാക്കി ഉപയോഗിക്കുകയാണ്. വളരെ ദൂരേക്ക് നല്ല മുഴക്കത്തോടെ അവിടെ ഒന്ന് ശബ്ദിച്ചാൽ കേൾക്കാം. ശരിക്കും പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ് കേട്ടോ. അത് അനുഭവിച്ചറിയണം. അത്ര മനോഹരമാണ്. അവിടെ നിന്നൊക്കെ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ആ ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത് ഞാൻ അനുഭവിച്ചതാണ്. അത്ര മനോഹരമായ ഒരിടമാണ്. സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ മലയിലെ പ്രസംഗം നടത്താൻ വേണ്ടി ഈശോ തിരഞ്ഞെടുത്തത് ഏറ്റവും കണ്ണായ ഒരു സ്ഥലം തന്നെയാണ്. അപ്പം എന്താണ് ഈ ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുന്നത്? ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നവർ, സ്വന്തം കഴിവുകൊണ്ടല്ല, എല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് വിശ്വസിക്കുന്നവർ, ദൈവത്തിൻ്റെ ദാനമല്ലാതെ എനിക്ക് മറ്റൊന്നും സ്വന്തമായില്ല എന്ന് വിശ്വസിക്കുന്നവർ, അഹങ്കാരം ഉപേക്ഷിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവർ, ഇങ്ങനെയുള്ളവർ സ്വർഗരാജ്യത്തിൽ ബഹുമാനിതരാകും, സ്വർഗം സ്വന്തമാക്കും. ആമേൻ.